ഹലോ, പിന്നെ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും. എന്നാൽ കേക്കിന് നല്ലൊരു ലുക്ക് കൊടുക്കുന്ന ഒരു ഡെക്കറേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വിപ്പ് ചെയ്തെടുത്തിട്ടുള്ള ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൂപ്പർ റെഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ജെൽ കളർ ഒരു ഡ്രോപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് ക്രീമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളമാണോ റെഡ് കളർ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ചൊരു ലൈറ്റ് കളറായിട്ട് ഡബിൾ കളറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കളർ കുറച്ച് ലൈറ്റ് കളറായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് അത് കളറൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത്രയും മിക്സ് ചെയ്തെടുത്തപ്പോൾ ഈ ഒരു കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ റെഡ് കളർ ആക്കുന്നില്ല. കാരണം നമ്മൾ ഈ ഒരു ഇതിന് ഒരു ഡെക്കറേഷന് ബോർഡറായിട്ട് വേറെ ഇതിനേക്കാളും കുറച്ചും കൂടി ഒരു ഡാർക്ക് റെഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇളം റെഡ് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിതാ നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ബാഗിൽ. എന്നിട്ട് ഇതാ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ നല്ല റെഡ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് നല്ല റെഡ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ജെൽ കളർ ഇതങ്ങനെ ആ ഒരു സൈഡിൽ കുറച്ചാക്കി കൊടുക്കുന്നുണ്ട്. ഒരു ഡ്രോപ്പ് മാത്രം ആക്കി കൊടുത്താൽ മതി കേട്ടോ. പൈപ്പിംഗ് ബാഗിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു ഡ്രോപ്പ് ആക്കി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഈ ഒരു കവറിൻ്റെ പുറത്ത് നിന്ന് ഇതൊന്ന് ഈ ഒരു സൈഡിലൂടെ മാത്രം ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഒന്നിച്ച് പരത്തി കൊടുക്കണ്ട, സൈഡിലൂടെ മാത്രം ഒന്ന് പരത്തി കൊടുത്താൽ മതി. പുറത്ത് വെറുതെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒരു സൈഡ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പൈപ്പിംഗ് ബാഗിൻ്റെ എല്ലാ ഭാഗത്തും ആവരുത് കേട്ടോ. ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ നീളത്തിൽ ഇറങ്ങുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ ഇതുപോലെ പരത്തി കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് റെഡ് കളറിലുള്ള ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതാ ക്രീം നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ നോസിൽ ഇട്ടിട്ടുള്ളത് റോസിൻ്റെ പെറ്റൽസൊക്കെ വരയ്ക്കുന്ന ആ ഒരു സൈഡ് ചെരിഞ്ഞിട്ടുള്ള ആ ഒരു നോസിലുണ്ടല്ലോ, അതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു റെഡ് കളറും കൂടി ആകുമ്പോൾ ഈ ഒരു സൈഡിലൂടെ മാത്രം ഇങ്ങനെ റെഡ് കളർ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ചെരിഞ്ഞിരിക്കുന്ന അതായത് വളരെ തിന്നായിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കാണ് റെഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്കൊക്കെ ഞാൻ ഐസിംഗ് ഒക്കെ ചെയ്ത് ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലവർ നെയിൽ എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഇതുപോലെ കുറച്ച് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഇതിൻ്റെ മുകളിൽ ബിസ്ക്കറ്റാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ റൗണ്ടിലുള്ള ഒരു മാരിലൈറ്റിൻ്റെ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രീം ആക്കി കൊടുക്കുമ്പോൾ ബിസ്ക്കറ്റ് അവിടെ അനങ്ങാതിരുന്നോളൂ കേട്ടോ. ഇനി നമ്മളിതാ ഇതുപോലെ ആണ് കേട്ടോ ഫ്ലവർ വരച്ച് കൊടുക്കുന്നത്. ഈ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു വലുപ്പത്തിൽ തന്നെ ഇതുപോലെ എല്ലാ ഇതളുകളും അരച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ഇതുപോലെ കുറച്ചൊരു ഭാഗം ഒഴിഞ്ഞെടുക്കുന്നുണ്ടല്ലോ, അവിടെ നമുക്ക് ഇതുപോലെ വൈറ്റ് കളറിലുള്ള ക്രീം വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഡോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയൊരു പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ടാണ് ഇത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എടുത്തിട്ട് കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഈ ബിസ്ക്കറ്റോടെ തന്നെ എടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള അത്രയും ഫ്ലവർ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയ കേക്ക് ആയതുകൊണ്ട് ഇതിലേക്കൊരു 2 ഫ്ലവറേ കൊടുക്കുന്നുള്ളൂ. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഫ്ലവർ ആണല്ലോ. അപ്പോൾ ഒരു 2 ഫ്ലവർ വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അത് രണ്ടാമത്തെ ഫ്ലവറും ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി വൈറ്റ് കളറിലുള്ള ഈ ഒരു ഭാഗത്തായിട്ട് ഓരോ ഗോൾഡൻ കളറിലുള്ള ബീഡ്സും കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ബിസ്ക്കറ്റ് കാണുന്നുണ്ടല്ലോ, ആ ഒരു ബിസ്ക്കറ്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ബിസ്ക്കറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ കുറച്ച് ലീഫും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ലീഫിൽ ഞാൻ ലീഫിൻ്റെ നോസിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. വെറുതെ പൈപ്പിംഗ് ബാഗ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ
അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു ഫ്ലവർ കാണുമ്പോൾ ശരിക്കും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ വെച്ച് കൊടുത്ത പോലെയൊക്കെ ആണ് കേട്ടോ തോന്നുക. കാരണം ആ ഒരു ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ഈ ഒരു ഫ്ലവർ വന്നതുകൊണ്ട് ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ഹൈറ്റും കൂടെ കിട്ടി. എന്നാൽ ബിസ്ക്കറ്റ് തൊട്ട് പുറത്തേക്ക് കാണില്ല, അത് കാണാത്ത രീതിയിലാണ് നമ്മൾ ലീഫൊക്കെ വരച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സിമ്പിളായിട്ടുള്ള ഡെക്കറേഷന് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്